അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് എസ്റ്റിമേറ്റിംഗ് മോഡൽ പാരാമീറ്റേഴ്സ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഉറപ്പായിട്ട് വരുന്ന ഒരു സംഭവമാണ് റിഗ്രഷൻ്റെ കോഎഫിഷ്യൻറ്റും റിഗ്രഷൻ്റെ ലൈനും ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ സാധാരണ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ എന്താണ്, y = β0 ക്യാപ്പ് പ്ലസ് β1 ക്യാപ്പ് എക്സ് ആണ്. ക്യാപ്പ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇവിടെ റിഗ്രഷൻ ലൈൻ അല്ലെങ്കിൽ നമ്മുടെ ലീസ്റ്റ് സ്ക്വയർ ലൈൻ എന്നൊക്കെ പറയുമ്പോൾ എന്ത് വരും, ഒരു ക്യാപ്പും കൂടി വരും. ഞാൻ β0 ക്യാപ്പും β1 ക്യാപ്പും എങ്ങനെയാണ് വരണേന്നാണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ് പറയാൻ പോണത്. β1 ക്യാപ്പ് കാണാൻ വേണ്ടിയിട്ട് s(xy)/s(xx) ചെയ്യുക. β1 ക്യാപ്പ് കാണാനായിട്ട് s(xy)/s(xx) കാണുക. അതേപോലെ തന്നെ β0 ക്യാപ്പ് കാണാനായിട്ട് y ബാർ മൈനസ് β1 ക്യാപ്പ് x ബാർ ചെയ്യുക. അപ്പോൾ ഈ s(xy) എങ്ങനെ കാണുക, സമ്മേഷൻ xy മൈനസ് സമ്മേഷൻ x സമ്മേഷൻ y/n. s(xx) എങ്ങനെ കാണുക, സമ്മേഷൻ x² സമ്മേഷൻ x ഹോൾ സ്ക്വയർ/n. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണുക, β0 ക്യാപ്പും β1 ക്യാപ്പും. ഈ 2024 എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ശരിക്കും അവസാന ടോപ്പിക്കിലുള്ളതാണ്, അതപ്പോൾ നോക്കാം നമുക്ക്. പിന്നെ ഇതിലൊരു നോട്ട് പോലെ എഴുതിയേക്കാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുകയാണെങ്കിൽ σ² കൂടുകയാണെങ്കിൽ മോർ ഡീവിയേഷൻ, σ² കുറയുകയാണെങ്കിൽ ലെസ് ഡീവിയേഷൻ. പിന്നെ നമുക്ക് റെസിഡ്യൂവൽ എന്താണെന്ന് ചോദിക്കാം. അതെന്ന് പറഞ്ഞാൽ y1 മൈനസ് y1 ക്യാപ്പ്, y2 മൈനസ് y2 ക്യാപ്പ്, yn മൈനസ് yn ക്യാപ്പ്. അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്തതാണ് നമ്മുടെ എല്ലാ പേപ്പറിലും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, കാൽക്കുലേറ്റ് റിഗ്രഷൻ കോഎഫിഷ്യൻ. ഈ റിഗ്രഷൻ ലൈൻ്റെ ഇക്വേഷൻ എക്സിന് ഈ വാല്യൂ ആണെങ്കിൽ വൈക്ക് എന്ത് കിട്ടും എന്നൊക്കെ ഉള്ളൊരു ചോദ്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് റിഗ്രഷൻ കോഎഫിഷ്യൻ ആൻഡ് ഒബ്റ്റെയിൻ ലൈൻ ഓഫ് റിഗ്രഷൻ ഫോർ ഫോളോയിങ് ഡാറ്റ. എക്സും വൈയും എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുക, എക്സിൻ്റെ ഫുള്ള് വാല്യൂസ് എഴുതുക, വൈൻ്റെ ഫുള്ള് വാല്യൂസ് എഴുതുക, x² എഴുതുക, xy ചെയ്യുക. നമുക്ക് ചെയ്യാമല്ലോ. ജസ്റ്റ് ടേബിളാക്കി എഴുതി. xyൻ്റെ ഇതെങ്ങനെ എഴുതുക, 1 × 2 2, 2 × 5 10, 3 × 11 33. അതേപോലെ തന്നെ x² സം ചെയ്തിട്ട് ഞാൻ എഴുതി. ഇനി എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, റിഗ്രഷൻ്റെ കോഎഫിഷ്യൻ എന്ന് പറയുന്നത് β1 ക്യാപ്പും β0 ക്യാപ്പും ആണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എന്താ ഫോർമുല, β1 ക്യാപ്പ് = s(xy)/s(xx). ഈ s(xy) എങ്ങനെയാണ് കാണുക, സമ്മേഷൻ xy മൈനസ് സമ്മേഷൻ x സമ്മേഷൻ y/n. സമ്മേഷൻ xy എന്താ, xyയുടെ ടോട്ടൽ അത് 147 മൈനസ് സമ്മേഷൻ x അതിൻ്റെ ടോട്ടൽ എന്താ 15 ഇൻറ്റു സമ്മേഷൻ y 40/n എത്രയാണ് 5/5. അപ്പോൾ നമുക്ക് s(xy)യുടെ വാല്യൂ കിട്ടും. അതേപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കുക, s(xx) കണ്ടുപിടിക്കുക. സമ്മേഷൻ x² മൈനസ് സമ്മേഷൻ x ഹോൾ സ്ക്വയർ/n. സമ്മേഷൻ x² വാല്യൂ 55 മൈനസ് സമ്മേഷൻ x അതിൻ്റെ വാല്യൂ 15² 5 = 10. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയറിയാം, ഈ ഇക്വേഷൻ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആദ്യം s(xy)യുടെ നന്നായി ഉറപ്പിക്കുക, സമ്മേഷൻ xy മൈനസ് സമ്മേഷൻ x ഇൻറ്റു സമ്മേഷൻ y/n. അത് നന്നായി ഉറപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് കിട്ടും. ഇനി s(xx) എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വഴിയുള്ളിടത്തൊക്കെ x ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ ആയില്ലേ. പിന്നെ അടുത്തതിൽ ഇനിയിപ്പോൾ s(yy) ചോദിച്ചാലോ, ഈ x ഉള്ളിടത്ത് y ഇട്ട് കൊടുക്കുക, അപ്പോൾ നമുക്ക് എന്ത് വരും, s(yy) നമുക്ക് ഇവിടെ ആവശ്യമില്ലെങ്കിലും കോറിലേഷൻ്റെ ഫോർമുല വരുമ്പോൾ അവിടെ ആവശ്യമാണ്. s(yy) എന്ത് വരും, അപ്പോൾ സമ്മേഷൻ y². അവിടെ ഞാൻ എന്താണ് ഇവിടെ റെഡ് ഇങ്ക് കൊണ്ട് വെട്ടിട്ടിരിക്കണേ വെച്ചാൽ നമുക്ക് ഈ റിഗ്രഷൻ്റെ ചോദ്യം വരുമ്പോൾ y² കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളുടെ ഇക്വേഷനിൽ β0 ക്യാപ്പ് കാണാനാണെങ്കിലും β1 ക്യാപ്പ് കാണാനാണെങ്കിലും y² ഒരു കോളം ഇല്ല, നമ്മളെന്തിനു സമയം കളയണം. അപ്പോൾ എന്താണ് s(yy) ചോദിക്കുകയാണെങ്കിൽ, കോറിലേഷൻ്റെ അടുത്ത ടോപ്പിക്കിൽ ചോദിക്കുകയാണെങ്കിൽ സമ്മേഷൻ y² മൈനസ് സമ്മേഷൻ y ഹോൾ സ്ക്വയർ/n. സമ്മേഷൻ y² ഇതിപ്പോൾ ഇവിടെ ആവശ്യമില്ല,
അങ്ങനെ അത് കണ്ടുപിടിക്കുക. എന്നിട്ട് ബീറ്റ 1 ക്യാപ്പ് എന്ന് പറയുന്നത് എന്താ, എസ് ഓഫ് എക്സ് വൈ ബൈ എസ് ഓഫ് എക്സ് എക്സ്. അതിൻ്റെ വാല്യൂ 27/10 2.7 കിട്ടി. ഇനി ബീറ്റ 1 ക്യാപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ബീറ്റ നോട്ട് ക്യാപ്പാണ്. ബീറ്റ നോട്ട് ക്യാപ്പിൻ്റെ ഇക്വേഷൻ എഴുതുക, y1 ബാർ മൈനസ് ബീറ്റ 1 ക്യാപ്പ് എക്സ് ബാർ. അതെന്താ വരിക, y1 ബാർ എന്ന് പറയുന്നത് 40/5 മൈനസ് ബീറ്റ 1 ക്യാപ്പ്. ബീറ്റ 1 ക്യാപ്പ് എന്താ എനിക്ക് കിട്ടിയിരിക്കുന്നത് 2.7 ഇൻറ്റു എക്സ് ബാർ എന്താണ്, മീനാണ്. മീൻ എങ്ങനെ കിട്ടുക, ടോട്ടൽ ബൈ നമ്പർ. ടോട്ടൽ എക്സിൻ്റെ ടോട്ടലാണ് 15 ബൈ നമ്പർ എന്താ ഇവിടെ 5. അപ്പോൾ എനിക്ക് ബീറ്റ നോട്ടും കിട്ടി, ബീറ്റ നോട്ട് ക്യാപ്പും കിട്ടി, ബീറ്റ 1 ക്യാപ്പും കിട്ടി. അത് ഞാൻ അതിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്ത് കൊടുക്കാനുള്ളൊരു ബോക്സ് ഞാൻ തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റ് ദ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്. അടുത്തൊരു സെക്ഷനാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. 3 മാർക്കിന് നമുക്ക് ഉറപ്പായിട്ടും, ഉറപ്പെന്ന് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല, എന്നാലും 3 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 2023 ചോദിച്ചിട്ടുമുണ്ട്. അപ്പം ഞാൻ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞിരുന്നു നമുക്ക് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ മാർക്ക് ചെയ്യുമ്പോൾ ഒരു കുത്തിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഈ റിഗ്രഷനിൽ നമ്മൾ എന്താ ചെയ്യണത്, ഒരു ബീറ്റ നോട്ട് ക്യാപ്പും ബീറ്റ 1 ക്യാപ്പും ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അവസാനം കിട്ടുന്ന ഒരു ലൈൻ തന്നെയാണല്ലോ. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ ആ അവസാനം കിട്ടിയ ലൈനൊന്ന് വരച്ച് വയ്ക്കുക. നേരത്തെ നമുക്ക് കിട്ടിയ കുത്തുകളും നോക്കുക, അവർ തമ്മിലൊരു ഡീവിയേഷൻ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ഈ ബീറ്റ നോട്ട് ക്യാപ്പും ബീറ്റ 1 ക്യാപ്പ് എങ്ങനെ സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലൈനും ഈ കുത്തുകളും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഇല്ലേ, അത് കുറവാവണ രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഈ ബീറ്റ നോട്ട് ക്യാപ്പിനെയും ബീറ്റ 1 ക്യാപ്പിനെയും സെലക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് എന്ത് പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. വെർട്ടിക്കൽ ഡീവിയേഷൻ ഓഫ് പോയിൻറ്റ് xi/yi, ഒരു പോയിൻ്റ് എടുത്തു, ഫ്രം ദ ലൈൻ y = b0 + b1x ഈസ്, അതെന്താ കിട്ടുക, ഹൈറ്റ് ഓഫ് പോയിൻ്റ് മൈനസ് ഹൈറ്റ് ഓഫ് ലൈൻ yi മൈനസ് b0 + b1x. ഇങ്ങനെ എത്ര പോയിൻറ്റ്സ് ഉണ്ട്, n പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എഫ് ഓഫ് b0 b1 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. സമ്മേഷൻ i = 1 to n yi മൈനസ് β0 + bixi ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ബീറ്റ നോട്ട് ക്യാപ്പും ബീറ്റ 1 ക്യാപ്പും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫംഗ്ഷൻ ചെറുതാവണം. എഫ് ഓഫ് ബീറ്റ നോട്ട് ക്യാപ്പ് ബീറ്റ 1 ക്യാപ്പ് <= എഫ് ഓഫ് b0 b1. അതാണ് പറയുന്നത്. പോയിൻ്റ് എസ്റ്റിമേറ്റ് ബീറ്റ നോട്ട് ബീറ്റ 1 ആർ ഡിനോട്ടഡ് ബൈ ബീറ്റ നോട്ട് ക്യാപ്പ് ബീറ്റ 1 ക്യാപ്പ് ആർ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ്. അതിനെന്തും കൂടി വിളിക്കും, ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ് ആർ വാല്യൂസ് വിച്ച് മിനിമൈസസ് എഫ് ഓഫ് b0 b1. അങ്ങനെ അവസാനം നമുക്ക് എന്ത് കിട്ടും, റിഗ്രഷൻ ലൈൻ അല്ലെങ്കിൽ ലീസ്റ്റ് സ്ക്വയർ ലൈൻ y = ബീറ്റ നോട്ട് ക്യാപ്പ് പ്ലസ് ബീറ്റ 1 ക്യാപ്പ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, ലൈൻ കിട്ടും. അടുത്തത് എന്താണ് പറയണത്, ഇതേപോലെ റിഗ്രഷൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്, അല്ലെങ്കിൽ റിഗ്രഷൻ ലൈൻ അല്ലെങ്കിൽ ലീസ്റ്റ് സ്ക്വയർ ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്, എക്സും വൈയും പറഞ്ഞിട്ട് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. എന്നിൻ്റെ വാല്യൂ 40, സമ്മേഷൻ xi സമ്മേഷൻ yi സമ്മേഷൻ xi സ്ക്വയർ സമ്മേഷൻ yi സ്ക്വയർ സമ്മേഷൻ xi yi. ഈ ടേബിൾ വലുതായതുകൊണ്ട് ഭാഗ്യത്തിന് അവരെന്ത് തന്നിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ എയിം എന്താ, എസ് ഓഫ് എക്സ് വൈ കാണുക, എസ് ഓഫ് എക്സ് എക്സ് കാണുക, എസ് ഓഫ് അത് 2 എണ്ണം കാണുക. പിന്നെന്താ നമുക്ക് ആവശ്യം, അത് 2 എണ്ണമല്ലേ, ആ 2 എണ്ണം കാണുക. ബീറ്റ 1 ക്യാപ്പിൻ്റെ ഫോർമുല എന്താ, ഒന്നുകൂടി ആലോചിച്ച് പറയൂ, എസ് ഓഫ് എക്സ് വൈ ബൈ എസ് ഓഫ് എക്സ് എക്സ്. എസ് ഓഫ് എക്സ് വൈ എങ്ങനെ കിട്ടും, സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈ ബൈ എൻ. ഈ സമ്മേഷൻ എക്സ് വൈയുടെ വാല്യൂ എനിക്ക് തന്നിട്ടുണ്ട് 25825 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ബൈ 40. അതേപോലെ എന്ത് ചെയ്യുക, എസ് ഓഫ് എക്സ് എക്സും കണ്ടുപിടിക്കുക. അപ്പോൾ അവിടുന്ന് എന്ത് കിട്ടി, എനിക്ക് ബീറ്റ 1 ക്യാപ്പ് കിട്ടി. ഇനി എന്ത് കിട്ടണം, ബീറ്റ നോട്ട് ക്യാപ്പ് കിട്ടണം. ബീറ്റ നോട്ട് ക്യാപ്പ് എന്ന് പറയുന്നത് എന്താ, വൈ ബാർ മൈനസ് ബീറ്റ 1 ക്യാപ്പ് എക്സ് ബാർ. വൈ ബാർ എന്താ
അതും നമുക്ക് തന്നിട്ടുള്ള വാല്യൂസാണ്. വൈ ബാർ ഡയറക്റ്റ്ലി തന്നിട്ടില്ല, സമ്മേഷൻ വൈ ആണ് തന്നേക്കുന്നത്. സമ്മേഷൻ വൈ ടോട്ടൽ ബൈ നമ്പറാണ് നമ്മുടെ മീൻ, അതാണ് വൈ ബാർ. 346/14 മൈനസ് 0.652 ഇൻറ്റു 517/14. അപ്പം എന്ത് കിട്ടി? 0.636. അപ്പോൾ ലാസ്റ്റ് എന്താ? വൈ ഈക്വൽ ടു ബീറ്റ നോട്ട് ക്യാപ്പ് പ്ലസ് എക്സ് ഇൻറ്റു β1 ക്യാപ്പ്. ഇത് ഞാൻ അതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളതാണ്. നിങ്ങൾക്കിത് തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്.